കർത്താവ് പറഞ്ഞ കാര്യം, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും എന്ന് പറയുന്ന ആ സംഗതി ഇന്ന് ഇവിടെ നമ്മുടെ നടുവിൽ സംഭവിച്ചിരിക്കുകയാണ്. യഹൂദന്മാരുടെ ആലയത്തിലായിരുന്നു നടക്കേണ്ടിയിരുന്നത്, പക്ഷെ ആ ആലയത്തിൽ നടന്നില്ല. കാരണം ആ ആലയം ഒരു ബിസിനസ് കേന്ദ്രമാക്കി മാറ്റി അതിനെ നശിപ്പിച്ച് കളഞ്ഞു അവർ. എന്നാൽ ദൈവം പുതിയ ഉടമ്പടി ഇപ്പോൾ ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ കൂടെയാണ്. ഇവരൊക്കെ യഹൂദന്മാരാണ്. ഇവരുടെ ഇടയിലേക്ക് ദൈവം പരിശുദ്ധാത്മനെ അയച്ചു. ദൈവം പരിശുദ്ധാത്മനെ അയച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് മനസ്സിലാക്കിയത് യഹൂദന്മാരുടെ ഉടമ്പടി, ദൈവവുമായിട്ടുള്ള ഉടമ്പടി ശരിയായി. ദൈവം അവരെ വീണ്ടും അംഗീകരിച്ചു, അവരുടെ പാപങ്ങൾ ക്ഷമിച്ചു. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടേണ്ടതിന് യേശുക്രിസ്തു വിശ്വസിച്ച് സ്നാനപ്പെടണം. പാപക്ഷമ പ്രാപിക്കുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ ദൈവമായിട്ടുള്ള ബന്ധം തിരിച്ചു വരും. പാപം മൂലമാണല്ലോ യഹൂദന്മാർ ദൈവാലയത്തിൽ നിന്ന് ദൈവസാന്നിധ്യം ആദ്യം പോയത്. പിന്നീട് ഇവർ ശപിക്കപ്പെട്ട് പ്രവാസത്തിലായിപ്പോയത്. ആ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നെങ്കിലും ദൈവസാന്നിധ്യം ഇതുവരെയും വന്നിട്ടില്ല. പാപക്ഷമ നടന്നെങ്കിൽ മാത്രമേ ആ ദൈവസാന്നിധ്യം മടങ്ങി വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ യഹൂദന്മാരുടെ പ്രവാസം വാസ്തവമായിട്ട് അവസാനിക്കുള്ളൂ. ആ പ്രവാസം ഇന്ന് തീർന്നിരിക്കുകയാണ് എന്നാണ് അവിടെ പത്രോസ് പ്രസ്താവിക്കുന്നത്. മതപരമായി വളരെ മുന്നോക്കം നിൽക്കുന്ന പരീശന്മാരും ശാസ്ത്രിമാരും അവിടെ ഉണ്ടായിരുന്ന മറ്റ് പുരോഹിതന്മാരും അവർ ഒക്കെ ഈ ദൈവസാന്നിധ്യം മടങ്ങി വരണം, ദൈവം ആലയത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ചും കൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്തത്. പക്ഷേ അവർ ചെയ്ത കാര്യങ്ങളിലൊന്നും ദൈവം പ്രസാദിച്ചില്ല. പകരം ദൈവം പ്രസാദിച്ചത് ഈ മുക്കുവന്മാരായിരിക്കുന്ന യോഹന്നാൻ്റെ ശിഷ്യന്മാർ, പിന്നീട് യേശുവിൻ്റെ ശിഷ്യന്മാരും യേശുവിനെ മെസ്സിയായി അംഗീകരിച്ച ഈ വ്യക്തികളിലുമാണ്. എന്തൊരു ഐറണിയല്ലേ! അങ്ങനെ ദൈവം പ്രസാദിച്ചു, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവരുടെ അകത്തോട്ട് വന്നു. എന്നാലും പത്രോസിൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഇത് കേവലം യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ള സംഗതിയാണ്. യഹൂദന്മാരുടെ രാജാവാണ് യേശുക്രിസ്തു. ഇനി കുറേ കഴിയുമ്പം കർത്താവ് വരും. യഹൂദന്മാർ റോമക്കാരെ മാറ്റിയിട്ട് യഹൂദന്മാരുടെ ഒരു രാജ്യം സ്ഥാപിക്കും. ആ രാജ്യം ഭൂമി ഒക്കെയും പടരും. ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ രാജ്യമായിരിക്കും, യഹൂദന്മാരുടെ രാജ്യമായിരിക്കും. ദാവീദിൻ്റെ വംശത്തിലുള്ള യേശുക്രിസ്തു ആയിരിക്കും അതിൻ്റെ രാജാവ് എന്ന് പറഞ്ഞ് ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസിന് അടുത്തൊരു ഷോക്ക് ദൈവം തരികയാണ്. അത് കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലേക്ക് പത്രോസിനെ ദൈവം അയക്കുകയാണ്. കൊർന്നേലിയോസ് എന്ന് പറഞ്ഞ അന്യജാതിക്കാരനാണ്. അവന് ഈ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഈ ദൈവത്തെ കുറിച്ച് അവൻ കേട്ടിട്ടുണ്ട്. ഈ ദൈവമാണ് ജീവനുള്ള സത്യദൈവം എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി അവൻ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ദൈവത്തിന് ആളുകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചില ദാനധർമ്മങ്ങൾ ഈ ദൈവത്തിൻ്റെ നാമത്തിൽ അവൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവന് ഗോഡ് ഫിയറർ, സത്യദൈവത്തെ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുറംജാതിക്കാരൻ എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റസും അവന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ ദൂതന്മാർ വന്നിറങ്ങി അവനോട് പറയുകയാണ്, പത്രോസിനെ വിളിച്ച് കാര്യം നീ കേൾക്കണം, പത്രോസ് നിനക്ക് സുവിശേഷം മനസ്സിലാക്കി തരും. കർത്താവ് മനുഷ്യരോടുള്ള ഉടമ്പടിയും പുതുക്കിയിരിക്കുകയാണ്. കേവലം യഹൂദന്മാരുള്ള ഉടമ്പടിയല്ല പുതുക്കിയിരിക്കുന്നത്, എല്ലാ മനുഷ്യരോടും മാനവരാശിയോടും മുഴുവനും ദൈവം ആ ഉടമ്പടി പുതുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഉടമ്പടി പുതുക്കുന്ന കാര്യം പത്രോസ് വന്ന ആ സുവിശേഷം പറഞ്ഞപ്പോൾ കൊർന്നേലിയോസിന്റെ ഭവനത്തിലും ഇവരുടെ മേൽ വന്ന അതേമാതിരി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. പത്രോസിന് അപ്പോഴും സംശയമാണ്, ഇവർ ശരിക്കും ഇൻക്ലൂഡഡ് ആണോ അല്ലയോ എന്ന്. പക്ഷേ ഇവരും ഇൻക്ലൂഡഡ് ആണ്. യഹൂദന്മാരും ജാതികളും രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന എല്ലാ രീതിയിലുള്ള ആളുകളും ഈ ദൈവാലയത്തിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ള വസ്തുത ദൈവം ഇവനെ തെളിയിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അന്യജാതിക്കാരായിരിക്കുന്ന ഈ വ്യക്തികളുടെ ഇടയിലേക്കും ദൈവം അയച്ചു. അവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ അവരുടെയും പാപം ദൈവം ക്ഷമിക്കുകയാണ്. ആ ആദാം മുതലുള്ള പാപം ദൈവം ക്ഷമിക്കുകയാണ്. ആദാം ദൈവത്തിൽ നിന്ന് അകന്നു പോയ സമയത്ത്, മാനവരാശി അകന്നു പോയ സമയത്ത് ഉണ്ടായിരുന്ന പാപമുണ്ടല്ലോ, ആ പാപം വരെ യേശുക്രിസ്തു ക്ഷമിച്ചു എന്നാണ് പറയുന്നത്. ആ പാപം ക്ഷമിച്ചു. പാപം നിമിത്തമാണല്ലോ ശാപം വന്നത്, ശാപം നിമിത്തമാണല്ലോ മരണം വന്നത്. ശാപവും മാറി, മരണവും മാറി, അനുഗ്രഹം ഇവരുടെ മേൽ വന്നിരിക്കുകയാണ്. അന്യജാതിക്കാരായിരിക്കുന്ന ഇവരും ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവ സാന്നിധ്യം ഇവരുടെ മുകളിലും വന്നിരിക്കുകയാണ്. ഇവർക്കിപ്പോൾ ദൈവവുമായിട്ട് ബന്ധമുണ്ട്. ഇവരും പുതിയ നിയമത്തിൽ, പുതിയ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ഭാഗങ്ങളായി തീർന്നിരിക്കുകയാണ്. പറയുകയാണ്, അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. നിങ്ങൾ എവിടെയായിരുന്നു? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. ആ കണ്ടീഷനായിരുന്നു ആഡമിക് ഹ്യൂമാനിറ്റിയുടെ മുഴുവനും. അങ്ങനെ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ഈ ലോകത്തിൻ്റെ കാലഗതിയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. നിങ്ങൾ സാത്താനെ അനുസരിച്ച് നടന്നു എന്നാണ് പറയുന്നത്. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു.
ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. നമ്മൾ ദൈവ കോപത്തിന് ഇരയായിരുന്നു ആ സമയങ്ങളിൽ. ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ല അന്യജാതിയിൽ നിന്ന് വന്ന നിങ്ങൾ ആ സമയത്ത് ജീവിച്ചിരുന്നത്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി സാത്താനെ നമസ്കരിച്ച് നിങ്ങൾ മറ്റുള്ളവരെ അനീതിയോടെ ട്രീറ്റ് ചെയ്ത് ദൈവത്തെ സ്നേഹിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കാതെ ആ രീതിയിൽ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് ഓർത്ത് നോക്കണേ. ദൈവം ഇസ്രായേലിനെ മാത്രമല്ല സ്നേഹിച്ചത്, ഇസ്രായേലിനെ മറ്റു ജാതികളിൽ നിന്ന് അധികമായി സ്നേഹിച്ചത് കൊണ്ടാണല്ലോ കൃപയാൽ ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തു. ചില ആളുകളുടെ വിചാരം ഈ കൃപയും വിശ്വാസവും ഒക്കെ പുതിയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. അങ്ങനെയല്ല. കൃപ എന്ന് പറയുന്ന കാര്യമാണ് ബൈബിൾ മുഴുവനും. ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതും കൃപയാലാണ്. അപ്പോൾ കൃപയാൽ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. പക്ഷേ ഇസ്രായേൽ ആ കൃപ റിജക്റ്റ് ചെയ്തപ്പോൾ ആ കൃപ ഇപ്പോൾ അന്യജാതിക്കാർക്കും ലഭിക്കുകയാണ്. പറയുകയാണ്, ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം ഇസ്രായേലിനെ മാത്രമല്ല ദൈവം സ്നേഹിച്ചത്, നിങ്ങളെയും ദൈവം സ്നേഹിച്ചു. ആ സ്നേഹം മഹാസ്നേഹമാണ്. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും. അപ്പം നിങ്ങൾ ആ ആദാമിനെ ബന്ധം തെറ്റിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു നിങ്ങളെ യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചപ്പോൾ അവനോടുകൂടെ നിങ്ങളും ജീവിച്ചു എന്നാണ് പറയുന്നത്. കൃപയാൽ എത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹാകൃപയാണ് കേട്ടോ. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടൊന്നുമല്ല, ദൈവം നിങ്ങളോട് കരുണ കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ സ്നേഹം അത് കാരണം എന്തു ചെയ്തു? ദൈവം ക്രിസ്തുയേശുവിൽ നമ്മളെക്കുറിച്ചുള്ള വാത്സല്യത്താൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണ് എന്ന് വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. എന്ന് വെച്ചാൽ നിങ്ങൾ മരിച്ചവരായിരുന്നു, നിങ്ങൾ ദൈവത്തിൽ നിന്നും അകന്നു പോയി. മാത്രമല്ല നിങ്ങൾ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ മക്കളായിരുന്നു. അങ്ങനെയുള്ള നിങ്ങളെയും, ഇസ്രായേലിനെ മാത്രമല്ല അത്ര അങ്ങോട്ട് കിടക്കുന്ന നിങ്ങളെയും കർത്താവ് അടുപ്പിച്ച എങ്ങനെയാണ്? ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയും കൂടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേറ്റു. നിങ്ങളെയും ഇപ്പോൾ സ്വർഗസ്ഥാനങ്ങളിലാണ് ദൈവം ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് ഒരു പൗരത്വം ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിൻ്റെ ആൾക്കാർക്ക് മാത്രമേ പൗരത്വം ഉണ്ടായിരുന്നുള്ളൂ. ആ പൗരത്വം ഇപ്പോൾ നിങ്ങൾക്കും കിട്ടുകയാണ്. നിങ്ങൾക്ക് ദൈവരാജ്യത്തിലും പൗരത്വം കിട്ടുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ പൗരത്വം കിട്ടുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ പൗരത്വം കിട്ടാതിരിക്കുമോ? കിട്ടും. ദൈവത്തിൻ്റെ ആലയത്തിൽ തന്നെ ദൈവം സ്വീകരിച്ചു. ദൈവം നിങ്ങളെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളായി, കൊച്ചു കൊച്ചു ആലയങ്ങളായി തീർന്നു. ദൈവം നിങ്ങളെ പണിതു വരുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളും കൂടിയായി തീർന്നിരിക്കുകയാണ്. മക്കൾ മാത്രമല്ല, അവകാശികളും കൂടിയായി തീർന്നിരിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ കർത്താവ് നിങ്ങളെ ഉയർപ്പിക്കും. ഇസ്രായേൽ മക്കളെ മാത്രമല്ല ഉയർപ്പിക്കുക, നിങ്ങളും ഉയർക്കും. നിങ്ങളെല്ലാവരും ഇസ്രായേലിനോട് കൂടെ, അബ്രഹാം, ഇസാക്ക്, യാക്കോബിനോട് കൂടെ ആ വരാനിരിക്കുന്ന രാജ്യത്തിൽ കർത്താവിനോട് കൂടെ വാഴും. അവിടെ സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ, ജീവൻ മാത്രമേ ഉണ്ടാവുള്ളൂ. മരണം കംപ്ലീറ്റ് ആയിട്ട് നീങ്ങിപ്പോവും. അവിടെ മരണവുമായി ബന്ധപ്പെട്ട രോഗം, ദാരിദ്ര്യം, ശാപം, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയും, ദ്രവത്വം, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയും അവിടെ ഉണ്ടാവില്ല. അവിടെ ആരും മാംസമൊക്കെ ആയിരിക്കില്ല കേട്ടോ, കാരണം മരണമില്ലല്ലോ. അപ്പം ഇറച്ചിയും മീനൊന്നും അവിടെ കിട്ടൂല. അപ്പോൾ ഇനി നോക്കിയേ, ക്രിസ്തുയേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ പഴയ നിയമത്തിലെ ഉടമ്പടിയും പരിപാടിയൊന്നും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശ്വസിച്ചു, അത്രയേ ഉള്ളൂ. കൊർന്നേലിയസിന്റെ ഭവനം വിശ്വസിച്ചത് മാതിരി നിങ്ങൾ വിശ്വസിച്ചു. വിശ്വാസം മൂലം ദൈവം എന്ത് ചെയ്തു? അബ്രഹാമിന് ദൈവം ചെയ്തു കൊടുത്ത അതേ കാര്യം വിശ്വാസം മൂലം ദൈവം നിങ്ങൾക്ക് ചെയ്തു തന്നു. നിങ്ങൾ യേശു ക്രിസ്തു ആണ് ജീവനുള്ള ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ പാപങ്ങളുടെ ഭാരം വഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് പോയിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത് എന്നുള്ളത് നിങ്ങൾ വിശ്വസിച്ചപ്പോൾ നിങ്ങളുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു. അങ്ങനെ ദൈവമായിട്ടുള്ള ഉടമ്പടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടി. ആ ശാപം മാറിപ്പോയി. അനുഗ്രഹത്തിൻ്റെ മക്കളായി നിങ്ങൾ തീർന്നിരിക്കുകയാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം എത്രയാകുന്നു. ഈ വിശ്വാസം പോലും ദൈവത്തിൻ്റെ ദാനമാണ് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഈ കാര്യത്തിൽ. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. ഈ നിങ്ങൾ ചെയ്ത സൽപ്രവൃത്തികൾ മൂലം, അല്ലെങ്കിൽ കൊർന്നേലിയോസ് ചെയ്ത സൽപ്രവൃത്തികൾ മൂലമല്ല രക്ഷ വന്നത്. സൽപ്രവൃത്തികൾ മൂലം കൊർന്നേലിയോസിന് ദൈവമായിട്ട് ബന്ധവും ഉടമ്പടിയും ജീവനും നിത്യജീവനും ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ പിന്നെ പത്രോസിനെ വിളിപ്പിച്ച് സുവിശേഷം പറയിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ദൂതന് വന്നിട്ട് നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഈ സുവിശേഷത്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ സൽപ്രവൃത്തികൾ കാരണമല്ല.
നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശു സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നാം ചെയ്തു പോരണം. ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ഈ ദൈവരാജ്യത്തിന് അംഗങ്ങളായി തീർന്നിരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ചില സൽപ്രവൃത്തികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി മുന്നമേ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് വേദപുസ്തകം ഈ മുന്നൊരുക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നേരെ അത് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിന് മുമ്പേ എത്തിക്കുകയാണ്. അവിടെയല്ല. അവിടെ അത്രക്കൊന്നും എത്തിക്കേണ്ട കാര്യമില്ല. ഈ മുന്നമേ അറിയുന്നു എന്ന് പറയുമ്പോൾ ബൈബിളിൽ, വേദപുസ്തകത്തിൽ, തോറയിൽ ഓൾറെഡി ദൈവം ഈ പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക്, ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, മറ്റുള്ളവരുള്ള വിശ്വസ്തതയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ തോറയിൽ ഓൾറെഡി ഉണ്ട്. പക്ഷെ നിങ്ങൾക്കറിയില്ല. നിങ്ങളൊക്കെ അന്യജാതിയിൽ നിന്ന് വന്നവരല്ലേ. ആ അന്യജാതിയിൽ നിന്ന് വന്ന് നിങ്ങൾക്ക് വേണ്ടിയും അത് മുന്നമേ അറിഞ്ഞ് ദൈവം എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. കേട്ടോ. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനക്കാരെന്ന് പേരുള്ളവർ അഗ്രചർമ്മക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. നിങ്ങളെ അവർ വിളിച്ചത് നിങ്ങൾ അഗ്രചർമ്മക്കാർ എന്നാണ്. എന്ന് വെച്ചാൽ അഗ്രചർമ്മക്കാർ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവർക്ക് ദൈവമായിട്ട് ഉടമ്പടി ഇല്ലാത്തവർ എന്നാണ്. അപ്പോൾ ദൈവമായിട്ട് ഉടമ്പടി ഉണ്ടായിരുന്നവർക്കാണ് പരിച്ഛേദന ദൈവം കൊടുത്തത്. ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് പരിച്ഛേദന ദൈവം കൊടുത്തത് അബ്രഹാമിനും അബ്രഹാമിൻ്റെ മക്കൾക്കും. എന്നാൽ ആ പരിച്ഛേദനക്കാർ അവർ നിങ്ങളെ വിളിച്ചെന്താണ്? അഗ്രചർമ്മക്കാർ, അഥവാ ദൈവമായിട്ട് ഉടമ്പടി ഇല്ലാത്തവർ. അങ്ങനെയുള്ള വ്യക്തികളായിരുന്നു നിങ്ങൾ. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേലിൽ പൗരത്വം ഇല്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾ ഈ കർത്താവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് ഏതവസ്ഥയിലായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾ ഇസ്രായേലിൽ പൗരത്വം ഇല്ലാത്തവരും, നിങ്ങൾ ക്രിസ്തു ഇല്ലാത്തവരും, ദൈവമില്ലാത്തവരും, പ്രത്യാശയില്ലാത്തവരും, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും. എന്ന് വെച്ചാൽ പഴയ നിയമത്തിലുള്ള വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് അന്ന് യെസ് ആൻഡ് ഏമേൻ, ഉവ്വെന്നും ആമേൻ എന്നും ആയിരുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു നിങ്ങൾ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ആടിൻ്റെയും രക്തത്താൽ സമീപസ്ഥരായി തീർന്നുകൊണ്ടിരുന്ന ഇസ്രായേൽ മക്കളെ പോലെയല്ല, കർത്താവിൻ്റെ വിശുദ്ധ രക്തത്താൽ നിങ്ങളുടെ പാപങ്ങൾ മുഴുവനായും ദൈവം ക്ഷമിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പാപം ഏത് രക്തമാണോ ക്ഷമിച്ചിരിക്കുന്നത്, അതേ രക്തത്താൽ ആദാമ്യ മാനവരാശിയുടെ പാപവും ദൈവം ക്ഷമിച്ചിരിക്കുന്നു. ദൈവം ആ പഴയ ഉടമ്പടി വരെയുള്ള കാര്യങ്ങൾ പുതുക്കുകയാണ് എന്നാണ് പറയുന്നത്. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അപ്പോൾ ഇരുപക്ഷം എന്ന് പറഞ്ഞാൽ ഒന്ന് യഹൂദന്മാരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ആളുകൾ, ഒന്ന് അന്യജാതിക്കാരിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ. അപ്പോൾ പൗലോസ് പറയുകയാണ്, അന്യജാതിയിൽ നിന്ന് വന്ന ആളുകളും ഈ യഹൂദ പശ്ചാത്തലത്തിൽ വന്ന ആളുകളുടെ ഇടയിൽ ഒരു ചുമരുണ്ടായിരുന്നു. ആ ചുവരെന്ന് പറയുന്നത് ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിനകത്ത് കൊടുത്തിരുന്ന കൽപ്പനകൾ, ആ കൽപ്പനകൾ അനുസരിച്ച് വേണം അവർ ദൈവാലയത്തിൽ പോകാൻ, ദൈവാലയത്തിൽ ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അവർ ജീവിക്കാൻ. ഈ പറയുന്ന ആ ചട്ടക്കൂട് ഒരു മതില് പോലെ അഗ്രചർമ്മക്കാരെയും പരിച്ഛേദനക്കാരെയും അകറ്റിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ, അപ്പോൾ ഇതൊരു നല്ലൊരു മെറ്റഫോറിക്കലായിട്ടാണ് പൗലോസ് പറയുന്നത്. അല്ലാതെ കർത്താവ് അവിടെ ബൈബിളും കൊണ്ട് പോയിട്ട് ബൈബിളും കൊണ്ട് അവിടെ ക്രൂശിക്കപ്പെട്ടു എന്നൊന്നുമല്ല അവിടെ അതിൻ്റെ അർത്ഥം. അവിടെ പറയുന്നത് ഒരു മെറ്റഫോറിക്കലായിട്ടുള്ള, ഒരു ഫിഗറേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. കർത്താവ് ആ ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടുകൊണ്ട്, ന്യായപ്രമാണത്തെ മുഴുവൻ അനുസരിച്ചുകൊണ്ട്, ന്യായപ്രമാണ പ്രകാരം മാനവരാശിക്ക് കിട്ടേണ്ട മാക്സിമം ശിക്ഷയായ മരണം അവൻ്റെ മേലേറ്റെടുത്തു. അവൻ ന്യായപ്രമാണ പ്രകാരം ജീവിച്ചവനാണ്. അതുകൊണ്ട് അവന് വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇടിവിൽ നിൽക്കാനായിട്ട് സാധിക്കും. ന്യായപ്രമാണം അവൻ തെറ്റിച്ചില്ല. ന്യായപ്രമാണത്തിന് കീഴിലാണ് അവൻ ജനിച്ചതും വളർത്തപ്പെട്ടതും ജീവിച്ചതും. യഹൂദന്മാരുടെ ഇടയിലാണ്. യഹൂദ മതപ്രകാരമുള്ള പരിച്ഛേദനയേറ്റു, അതുപ്രകാരമുള്ള ശബത്ത് നാൾ ആചരിച്ചു. അവരുടെ ഇടയിൽ ഒരു റബിയുമായിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഒരാൾ മരത്തിൻ്റെ മുകളിൽ തൂങ്ങി മരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ അവനെ തൂക്കിയെന്ന് പറയുമ്പോൾ അനുഗ്രഹമായിരുന്ന അവൻ നമുക്ക് വേണ്ടി ശാപത്തിൻ്റെ പ്രതീകമായി ദൈവക്രോധം മുഴുവൻ അവൻ്റെ മേലെ അവൻ ഏറ്റെടുത്തു. ഞാൻ നേരത്തെ മെസ്സേജ് പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ ക്രോധം മുഴുവൻ അവൻ്റെ മേലെ വന്നു. യേശു ക്രിസ്തു പാപമൊന്നും ചെയ്തില്ല. പാപം ചെയ്തതുകൊണ്ട് അവൻ്റെ മേലെ ശാപം വന്നതല്ല. നോ, അവൻ പാപം ചെയ്തിട്ടില്ല. അവൻ്റെ മേലെ ദൈവം പാപം ഇട്ടിട്ടുമില്ല. അതും തെറ്റായ പഠിപ്പിക്കലാണ്. ദൈവം അവൻ്റെ മേലെ എല്ലാവരുടെയും പാപം ചുമത്തി. അവൻ ഏറ്റവും പാപിയായി. അതുകൊണ്ട് ദൈവത്തിന് അവനെ നോക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ആ ശാപമായി അവൻ തീർന്നു. അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. അതിൻ്റെ സംഗതി എങ്ങനെയാണെന്ന് വെച്ചാൽ, യേശു ക്രിസ്തു പരിശുദ്ധനാണ്, ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചവനാണ്, ന്യായപ്രമാണ പ്രകാരം ജീവിച്ചവനാണ്, ന്യായപ്രമാണത്തിന് കീഴിൽ ആണ് അവൻ ജനിച്ചത്, വളർന്നത്, അവൻ ജീവിച്ചത്. അങ്ങനെയൊക്കെ ജീവിച്ചിട്ടും
ഈ ന്യായപ്രമാണത്തിൻ്റെ അതിൻ്റെ കാവൽക്കാരായിരുന്ന ആളുകൾ അത് മനസ്സിലാക്കാതെ, അത് ഇവനിൽ നിവൃത്തിയാകുകയാണെന്ന് മനസ്സിലാക്കാതെ, ന്യായപ്രമാണത്തിന് ഒരാൾക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ശിക്ഷയായ മരണം ചെയ്യാത്ത കുറ്റത്തിന് കൊടുക്കുകയാണ്. തെറ്റായ രീതിയിൽ അവർ ന്യായപ്രമാണത്തെ ഉപയോഗിക്കുകയാണ്. മനസ്സിലായോ? ചെയ്യാത്ത കുറ്റത്തിന് ആ ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷ ആർക്ക് കൊടുക്കുകയാണ്? കർത്താവ് യേശു ക്രിസ്തുവിന് കൊടുക്കുകയാണ്. അങ്ങനെ അനുഗ്രഹമായവനെ അവർ ശാപമായി പ്രഖ്യാപിക്കുകയാണ്. മരത്തിൽ തൂങ്ങുന്നത് ശാപമെങ്കിൽ, മരത്തിൽ തൂങ്ങി മരിക്കുന്നത് ശാപമെങ്കിൽ, മരണം തന്നെ ഇവർ കൊടുത്തിരിക്കുകയാണ് കർത്താവ് യേശു ക്രിസ്തുവിന്. അവിടെ ന്യായപ്രമാണ പ്രകാരമാണല്ലോ അവരുടെ കോടതി ഇവനെ വിധിക്കുന്നത്. ആ ന്യായപ്രമാണ പ്രകാരം കുറ്റം ചെയ്യാത്തവനെ കുറ്റവാളിയായി കണ്ടുകൊണ്ട് തെറ്റായ ന്യായവിധി നടപ്പാക്കി അവനെ ക്രൂശിൽ അവർ കൊല്ലുമ്പോൾ അവർ ആ ന്യായപ്രമാണത്തെ മുഴുവനായും തികച്ചു എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തെ മുഴുവനായും തെറ്റിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്.